ഇനി നാഷണൽ വാർത്തകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളും മാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കർഷകരുടെ മാർച്ച്, ചലോ മാർച്ച്. എന്തായാലും ഇന്നും അത്തരത്തിലുള്ള കർഷക മാർച്ച് സംഘടിപ്പിക്കാനിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ നിന്ന് ഏകദേശം ഒരു 101ഓളം കർഷകർ ഈ കൽനടയായി മാർച്ചിൽ പങ്കെടുക്കും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കർഷകരെ അതിർത്തിയിൽ വെച്ച് തടയാൻ തന്നെയാണ് ഹരിയാന പോലീസിന്റെ തീരുമാനം. അമിഷ പ്രദീപുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമിഷ, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ കർഷക മാർച്ച് നടന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ പോലീസ് വലിയ രീതിയിൽ ലാത്തിചാർജ് പ്രയോഗിക്കുന്നു. ഗുരുതരമായി ചില കർഷകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ജീവൻ പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റണം എന്നൊരു രീതിയിലേക്ക് തന്നെ പോവുകയാണ് കർഷകർ. ഇന്ന് എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത്? ഭദ്ര, പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഇന്ന് 101 കർഷകരാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. എന്നാൽ അതിർത്തിയിൽ വെച്ച് തന്നെ ഈ ഒരു കർഷകരെ തടയാനാണ് ഹരിയാന പോലീസ് ശ്രമിക്കുന്നത്. ഇതിനു മുൻപ് 2 തവണ ഇതുപോലെ കർഷകർ മാർച്ച് നടത്തിയപ്പോഴും അതിർത്തിയിൽ വെച്ച് തന്നെ കർഷകരെ തടയുകയും ഒരു തരത്തിലും ഡൽഹിയിലേക്ക് കടത്താതെ അവരെ അവിടെ വെച്ച് തന്നെ തടയുകയാണ് ചെയ്തത്. കർഷക സംഘടനകളായ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും ചേർന്നാണ് ഈ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിനു മുൻപ് കർഷകർ ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയപ്പോൾ അതിർത്തിയിൽ വെച്ച് തന്നെ തടയുകയും അവർക്കെതിരെ ഒരു വലിയൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോവുകയും നിരവധി കർഷകർക്ക് അതിൽ ഒരു പരിക്ക് സംഭവിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്നും അത്തരത്തിൽ തന്നെ ഒരു നീക്കത്തിനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഒരു തരത്തിലും കർഷകരെ ഡൽഹിയിലേക്ക് കടത്താതെ ആ ഒരു അതിർത്തിയിൽ വെച്ച് തന്നെ കർഷകരെ തടയുക എന്ന് തന്നെയാണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത്. മാത്രമല്ല, അവിടെ മുതിർന്ന കർഷക നേതാവ് ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം തുടങ്ങിയിട്ട് 19 ദിവസത്തോളം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെല്ലാം വളരെ മോശമാണ്. എന്നിരുന്നാലും ഏതൊക്കെ രീതിയിൽ പ്രതിഷേധങ്ങൾ ശക്തമായാലും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറും വരെ, അല്ലെങ്കിൽ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കും വരെ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി, അതുപോലെ തന്നെ കാർഷിക കടങ്ങളെല്ലാം എഴുതിത്തള്ളുക, കർഷകരുടെ പെൻഷൻ, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം സർക്കാർ അനുകൂലിക്കുകയാണെങ്കിൽ മാത്രമാണ് തങ്ങൾ ഈ ഒരു സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട്. ഏതൊക്കെ രീതിയിൽ പ്രതിഷേധങ്ങൾ ശക്തമായാലും എന്തെല്ലാം നേരിടേണ്ടി വന്നാലും മരണം വരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. 101 കർഷകരാണ് ഇന്ന് ഈ ഒരു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഒരു മാർച്ച് തടയാൻ തന്നെയാണ് പോലീസും നീങ്ങുന്നത്. 101 കർഷകരുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു മാർച്ച് അവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇന്നും ഒരു സംഘർഷാവസ്ഥ സാധ്യത കൂടുതലാണ്. ഭദ്ര.